അങ്ങനെ പലതും ആലോചിച്ച് രവി ബൈക്ക് ഓടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിക്കുന്നതിനിടയ്ക്ക് അവന് ലോകം മൊത്തം കറങ്ങുന്നത് പോലെ തോന്നി. മൊത്തത്തിൽ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. പിന്നെ അവന് ഒന്നും ഓർമ്മയില്ല. ഓപ്പോസിറ്റ് ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ബൈക്കിനെ കൺട്രോൾ ചെയ്യാനോ ഒന്നിനും സാധിച്ചില്ല. കാറ് വരുന്നത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണ് തുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അവന് ബോധമില്ലായിരുന്നു. ഒരുപാട് ദിവസങ്ങൾ അവൻ ബോധമില്ലാതെ ഹോസ്പിറ്റലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞു. കുറേ ദിവസങ്ങളെടുത്തു അവന് സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ. അടുത്തു നിൽക്കുന്ന ഭാര്യയെയും അമ്മയെയും മക്കളെയുമാണ് അവൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത്. തനിക്ക് എല്ലായ്പ്പോഴും ഇവർ മാത്രമേ ഉള്ളൂ എന്ന നഗ്നസത്യം അവൻ തിരിച്ചറിയുകയായിരുന്നു. മറ്റുള്ള പലരും തൻ്റെ പൈസ ആഗ്രഹിച്ചപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിച്ചത് തൻ്റെ ഭാര്യയും തൻ്റെ അമ്മയും തൻ്റെ കുട്ടികളും മാത്രമാണെന്ന് രവി തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അവൻ്റെ കണ്ണുകൾ കുടുകുട ഒഴുകുന്നുണ്ടായിരുന്നു. കുറച്ചു കാലം പിടിക്കും നടക്കാൻ. ഡോക്ടർ പറഞ്ഞു. നല്ല രീതിയിൽ റെസ്റ്റ് വേണം, കെയറിങ് വേണം, എല്ലാം വേണം. എന്ത് സംഭവിച്ചതാണെന്ന് പുള്ളിക്കാരന് ഒരു ബോധവുമില്ല. എന്തോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത്രയും വയ്യാത്ത സ്ഥിതിക്ക് ബൈക്ക് ഓടിക്കേണ്ട ഒരാവശ്യമുണ്ടായിരുന്നില്ല. ഇനി പോട്ടെ, വന്നത് വന്നു. അങ്ങനെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഡിസ്ചാർജാണ്. കുറേ ദിവസങ്ങൾ ഭാര്യയും അമ്മയും എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാവർക്കും ജീവൻ വീണത്. രവിക്ക് ഒന്നും പറ്റാതെ രവിയുടെ ജീവൻ തിരിച്ചു കിട്ടി. അവർക്ക് അത് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. രവിക്ക് എന്തു തന്നെ സംഭവിച്ചാലും രവിയെ നഷ്ടപ്പെടരുതേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. എന്തുവാണെങ്കിലും രവിയെ നോക്കാൻ തങ്ങൾ തയ്യാറാണ്. നീ രവിക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും രവി കിടപ്പിലായാലും കുഴപ്പമില്ല. രവി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ മാത്രം മതിയായിരുന്നു അവർക്ക്. ഇതിപ്പോൾ കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ രവിക്ക് നടക്കാൻ പറ്റും. കുറച്ച് നാളത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. അതൊരിക്കലും ഒരു കഷ്ടപ്പാടല്ല. തൻ്റെ ഭർത്താവിനെ നോക്കാൻ താൻ ഏത് സമയത്തും സജ്ജയാണ്. അവൾ സ്വയം അവളോട് തന്നെ പറഞ്ഞു. സൗമ്യ ഇത്രത്തോളം രവിയെ സ്നേഹിക്കുന്നുവെന്ന് രമ്യയുടെ അമ്മ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. തൻ്റെ മകൾ രവിക്ക് വയ്യാതായപ്പോൾ രവിയെ നിഷ്കരണം അവഗണിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ പോലും ഒരു കൈസഹായം പോലും അവൾ ചെയ്തിട്ടില്ല. അവനെ മനസ്സിലാക്കിയിട്ടില്ല, അവനെ സ്നേഹിച്ചിട്ടില്ല, അവന് വേണ്ടുന്ന പരിചരണം പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ആ സ്ഥാനത്ത് ഇതേ അവസ്ഥയിൽ അവൻ കിടന്നപ്പോൾ സൗമ്യ അവനെ എങ്ങനെയാണ് പരിചരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുകയായിരുന്നു. ഇതായിരിക്കണം പെണ്ണ്, ഇങ്ങനെയായിരിക്കണം ഒരു ഭാര്യ. അവർ മനസ്സിൽ പറഞ്ഞു. തൻ്റെ മകൾ ഒരിക്കലും അവനെ സ്നേഹിച്ചിട്ടില്ല. അവൾ പോയത് എന്തുകൊണ്ടും നന്നായെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ടാണല്ലോ സൗമ്യയെപ്പോലെ ഇത്രയും സ്നേഹവതിയായ ഒരു ഭാര്യയെ അവന് കല്യാണം കഴിക്കാൻ സാധിച്ചത്. അവരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസത്തിനായി അവർ കാത്തു നിൽക്കുകയായിരുന്നു. ഇനി 2 ദിവസം കൂടിയുണ്ട്. അങ്ങനെ പിന്നീട് അവർക്ക് അതേക്കുറിച്ചായിരുന്നു ചിന്ത. ഡിസ്ചാർജിൻ്റെ ദിവസം തൻ്റെ രവിയെ വീട്ടിൽ തനിക്ക് കിട്ടുകയാണ്, പരിചരിക്കാൻ, തനിക്ക് മാത്രമായി സ്നേഹിക്കാൻ. അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. തനിക്ക് ഇത്രയും അടുത്ത് തൻ്റെ രവിയെ കിട്ടുന്നു. ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയമുള്ളൂ. തനിക്ക് രവിയെ കൂടുതൽ സമയം കിട്ടാത്തതിൻ്റെ പരിഭവവും ഇണക്കവുമായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. ദൈവമേ, അതുകൊണ്ടാണോ വിധി തനിക്ക് ഇങ്ങനെ രവിയെ തന്നതെന്ന് അവൾ ചിന്തിച്ചു പോയി. ഒരിക്കലും എൻ്റെ രവിയേട്ടന് ഇങ്ങനൊരു ആപത്ത് വരുത്തരുത് എന്ന് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രവിയേട്ടനോട് ദേഷ്യമൊക്കെ നിരാശയൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം രവിയേട്ടൻ എപ്പോഴും തൻ്റെ അടുത്ത് ഇരിക്കാൻ സമയം കിട്ടാത്തതിൽ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു രൂപത്തിൽ രവിയേട്ടനെ തനിക്ക് കൂടുതൽ സമയം കിട്ടണ്ട, അങ്ങനെ കിട്ടേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. കാരണം തൻ്റെ രവിയേട്ടൻ എപ്പോഴും ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു അവസ്ഥയിലേ തനിക്ക് കാണാൻ പറ്റുകയുമുള്ളൂ. പോട്ടെ, എല്ലാം വിധിയാണ്. അങ്ങനെ ഡിസ്ചാർജിൻ്റെ ദിവസം വന്നെത്തി. എല്ലാവരുടെയും സഹായത്തോടെ രവിയെ വീൽചെയറിൽ കൊണ്ടിരുത്തി. രവിക്ക് പോകാനുള്ള വണ്ടിയും എത്തി. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കുട്ടികളുമൊക്കെ ആയിട്ട് എല്ലാവരും വണ്ടിയിൽ കയറി. ഇനി വീട്ടിൽ ചെന്ന് എല്ലാ റൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് റെഡിയാക്കണം. രവിയെ അത്രത്തോളം കെയറിങ്ങും എല്ലാം കൊടുക്കേണ്ട സമയമാണ്. അവൾക്കതായിരുന്നു ടെൻഷനും ആവലാതിയും. തൽക്കാലത്തേക്ക് അമ്മയുടെ റൂമിലേക്ക് ഇരുത്താം. അമ്മയുടെ റൂമിൽ അത്യാവശ്യം വൃത്തിയുണ്ട്. ഇവിടെ പൊടിയൊക്കെ കയറി അലങ്കോലമായി കിടക്കുകയായിരിക്കും. ചെന്നിട്ട് വൃത്തിയാക്കണം. അവളുടെ മനസ്സ് മുഴുവൻ അതായിരുന്നു. രവിയെ പരിചരിക്കുന്നതായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. അവർ വീട്ടിലെത്തിയതും അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, രവിയേട്ടനെ നമുക്ക് തൽക്കാലത്തേക്ക് അമ്മയുടെ റൂമിലേക്ക് ഇരുത്താം. റൂമൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. രവിയേട്ടന് നമ്മൾ അത്രയും കെയറിങ് കൊടുക്കണം. അവളുടെ ആവലാതി കണ്ടപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഓക്കെ മോള് എന്നെല്ലാം ചെയ്തോ, ഞാൻ രവിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. 2 പേർക്കും തകർത്ത് പണിയുണ്ടായിരുന്നു. അവനെ
സൂക്ഷ്മമായിട്ട് പരിചരിക്കണം, അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അതായിരുന്നു അവരുടെയൊക്കെ ചിന്ത. പെട്ടെന്ന് തന്നെ സൗമ്യ ബെഡ്ഷീറ്റെല്ലാം മാറ്റി റൂമെല്ലാം ക്ലിയർ ചെയ്ത് തൂത്ത് തുടച്ച് ആ റൂമിൻ്റെ മാറാലയെല്ലാം അടിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലിയർ ചെയ്തു. ഒരു റൂം സ്പ്രേയും എടുത്തടിച്ചു. ഇപ്പോൾ എല്ലാം കൊണ്ട് നോക്കി ഇനി രവിയേട്ടനെ കൊണ്ട് കിടത്താം. അങ്ങനെ വീൽ ചെയറോടെ രവിയെ റൂമിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അവൾ ഒറ്റയ്ക്ക് താങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. രവിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ താങ്ങാൻ ശ്രമിച്ചപ്പോൾ അവൾ പറഞ്ഞു, അനങ്ങരുത്, രവിയേട്ടനെ ഒന്നിനും ശ്രമിക്കരുത്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം. എന്തെങ്കിലും ശ്രമിച്ച രവിയേട്ടന് പിന്നും അത് പ്രശ്നമാവത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. എങ്കിൽ നീ അമ്മയെ വിളിക്കണം. പാവം അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ വയ്യാതായിരിക്കുകയാണ്. ഇനി അമ്മയെ കൂടെ വിളിച്ച് അമ്മയ്ക്ക് നടുവിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ അതും എനിക്ക് കാണണ്ടേ. അതുകൊണ്ട് കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. അവനെ മാക്സിമം കെയർ ചെയ്ത് അവനൊരു കുഴപ്പവും പറ്റാത്ത രീതിയിൽ അവൾക്ക് എന്തെങ്കിലും വേദനയോ തട്ടലോ വന്നാലും കുഴപ്പമില്ല, ആ രീതിയിലാണ് അവൾ പിടിച്ച് അവനെ ഒരുപാട് സാഹസപ്പെട്ട് കട്ടിലിലേക്ക് കൊണ്ട് കിടത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ അത് ശ്രദ്ധിച്ചു. എന്തു പറ്റി കണ്ണ് നിറഞ്ഞതൊന്നുമില്ല മോളെ. ആ വിളി അവളെ ഒരുപാട് കുളിരണിയിച്ചു. രവിയേട്ടൻ സമാധാനമായിട്ടിരിക്കും, ഞാനില്ലേ കൂടെ, എന്തിനും ഏതിനും രവിയേട്ടൻ്റെ കൂടെ ഞാനുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ രവിയേട്ടന് ഒന്നും സംഭവിക്കില്ല, അതിന് ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് എൻ്റെ രവിയേട്ടൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കും, എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെ. അവൾ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാനേ കുറച്ച് അകത്ത് റൂമുകളിലെ ജോലികളും അടുക്കളയിൽ കുറച്ച് ജോലികളും ഒക്കെ ഉണ്ടെന്ന് പോയി അമ്മയെ സഹായിക്കട്ടെ. കാര്യം പാവം അമ്മ വയ്യാണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല, നിനക്ക് റെസ്റ്റ് വേണ്ടേ മോളെ. അവൻ ഈറനോടെ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, എൻ്റെ രവിയേട്ടൻ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതി. എന്താവശ്യം ഉണ്ടെങ്കിലും പറയണേ, ഞാൻ ദാണ്ട അടുക്കളയിലേക്ക് പോവുകയാണ്. അവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, അമ്മയെ സഹായിക്കണം, വീടൊക്കെ ക്ലീൻ ചെയ്യണം. അതൊക്കെയായിരുന്നു അവളുടെ മനസ്സിലെ ചിന്ത മുഴുവൻ. അവൾ അടുക്കളയിലേക്ക് പോകുന്നതും അവൻ കണ്ണീരോടെ നോക്കി നിന്നു. തനിക്ക് ഈ സ്ഥാനത്ത് രമ്യയായിരുന്നപ്പോൾ എന്താണ് നേരിടേണ്ടി വന്നതെന്നാണ് അവൻ ചിന്തിച്ചത്. തനിക്ക് തൻ്റെ ഭാര്യ ഒരു ദേവതയാണ്, തൻ്റെ ഭാഗ്യമാണ്. അവൻ മനസ്സിൽ പിറുപിറുത്തു. ഭഗവാനെ, താൻ ഇത്രയും സ്നേഹവതിയായ ഒരു പെണ്ണിനെയാണല്ലോ വീണ്ടും ചതിക്കാൻ നോക്കിയത്. ഇനി ആ ഒരു ബന്ധത്തിലേക്ക് പോകാനേ തനിക്ക് താല്പര്യമില്ല. ഫോണിനെ കുറിച്ചാണ് പിന്നീട് അവൻ ചിന്തിച്ചത്. തൻ്റെ ഫോൺ എവിടെ, അവളോട് ചോദിക്കണം. ഇപ്പോൾ അവളെ വിളിച്ച് ചോദിച്ചിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി. പാവ പെണ്ണ് ഇത്രയും നേരം തൻ്റെ അടുത്ത് നിന്നില്ലേ, ഇനി റൂമിലേക്ക് വരുമ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ തന്നെ ഫോൺ കിട്ടിയിട്ട് തനിക്ക് എന്ത് ചെയ്യാനാണ്, അവൾ കിടന്ന് വിളിക്കുന്നുണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് തനിക്ക് ഫോൺ പോയത് തന്നെ നന്നായി. ഇനി അവൾ എന്തായി കാണും, അവളുടെ ഉദ്ദേശം എന്തായിരിക്കും, അതൊക്കെയായിരുന്നു അവൻ്റെ ചിന്ത. തൽക്കാലം തൻ്റെ ചിന്തകളെല്ലാം മറന്നു. ഒന്ന് കണ്ണടച്ച് കിടക്കാമെന്ന് ചിന്തിച്ച് അവൻ കണ്ണടച്ച് കിടന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കേ.